ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സാഗർ ബലരാമന് ജാമ്യമൊക്കെ നേടിക്കൊടുത്തതിന് ശേഷം വീണ്ടും അലികയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, ദേവ്ജി ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ സാഗർ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ലാതെ കൃഷ്ണനെയും കൺമണിയെയും ഒരുമിച്ച് വിടാൻ പാടുണ്ടോ ദേവ്ജി? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരുമാണ്. കൃഷിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് മാനസയായിട്ട്. അവൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് കൃഷിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് തെറ്റല്ലേ ദേവ്ജി എന്ന് പറയുന്നുണ്ട്. അത് തെറ്റല്ല, കൺമണി നല്ല കുട്ടിയാണ്. മാത്രമല്ല കൃഷ്ണ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മാനസയെ മതി, അവളെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവൻ്റെ പുറകെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കൂടുന്നത്? അവൻ ആദ്യമേ സമ്മതിച്ചില്ലെങ്കിൽ ശരി, അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവൻ ആദ്യമേ എതിർത്ത് നിന്നു. പക്ഷെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം അവൻ മാനസയെ എൻഗേജ്മെൻറ്റ് കഴിക്കേണ്ടി വന്നതാണ്. പക്ഷെ അവൻ്റെ മനസ്സിൽ കൺമണി തന്നെയാണ്. അവൾ മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്. പിന്നെ സാഗറിനും അറിയാലോ അവൾ മിടുക്കിയാണെന്നുള്ളത്. കൺമണി എന്തുകൊണ്ടും കൃഷ്ണന് യോജിച്ചവളാണ്. അത് ഞാൻ പറയാതെ സാഗറിനും തന്നെ അറിയാം. പിന്നെ ഒരു ഈഗോൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ മാറ്റി നിർത്തേണ്ടവളെന്നല്ല അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയും കൺമണിയാണ്. എന്തായാലും ഈ പട്ടാള ക്യാമ്പിൽ തന്നെ ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരുമായിട്ടുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ അവർ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന പെരുമാറുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ് ആണെങ്കിലും എങ്ങനെയെങ്കിലും ആ കമ്പനി തുറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ചെയ്യണം പറഞ്ഞിട്ട് വരുന്ന സമയത്ത് കൺമണിയെ കാണുന്നു. എന്താണ് ക്രിസ് സാർ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും എൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട്, എൻ്റെ പ്രണയം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ആ ഒരു കമ്പനി തുറന്നിരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണി അത് തന്നെയാണ് സർ വേണ്ടത്, നമ്മൾക്ക് എല്ലാവരും കൂടി തന്നിട്ടുള്ള ഒരു ചാലഞ്ചാണത്, അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറയാട്ടോ. അതൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ എന്ത് തരും എനിക്ക്? ഇത് ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ നിൻ്റെ വകയായിട്ട് തരാ ചോദിക്കുമ്പോൾ, എനിക്ക് മുത്തുകൈവാണ് വേണ്ടത്, ഒരു രണ്ടെണ്ണമെങ്കിലും തരണം കൺമണി എന്ന് പറയുന്നത്. അത് സാറിൻ്റെ വളവല്ലേ, എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ തരുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നു. പക്ഷേ കൺമണിയാണോ കൃഷി വിടുന്നത്? അങ്ങനെ കൃഷി കൺമണിക്ക് ഉമ്മ കൊടുത്തിട്ട് അങ്ങനെ ഓടി രക്ഷപ്പെടുകയാട്ടോ ചെയ്യുന്നത്. കൺമണിയും കൃഷിയും കൂടി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും ചിട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രണയത്തിന് ഒട്ടും കുറവില്ല കേട്ടോ അവിടെ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ പ്രമോ കഴിയുന്നത്.